യോഗിയുടെ ഒരു പുതിയ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതായത് സനാതന ധർമ്മത്തെ ഇന്ത്യയുടെ ദേശീയ മതമായിട്ട് പ്രഖ്യാപിക്കണം. ദേശീയ മതമാണ് അത് എന്നാണ് യോഗി പറയുന്നത്. അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, അതിൽ പ്രശ്നം എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് വർണ്ണാശ്രമ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്ന വിഷയം മാത്രമാണ്. അത് ക്ലാരിഫൈ ചെയ്താൽ ഇത് ആളുകൾക്ക് സ്വീകരിക്കുന്നതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ കുംഭമേളയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകളും മറ്റേ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഒന്നും അതിനകത്ത് പങ്കെടുക്കുന്നതിൽ അവർക്ക് താല്പര്യമില്ലെങ്കിലും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകളെയും അതിൽ പങ്കെടുപ്പിക്കാനും അതേപോലെ തന്നെ അവരുടെ ഒരു മഹോത്സവമായിട്ട് അത് മാറ്റി തീർക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇടകലരുന്ന ഒരു ഒരു പ്രവൃത്തിയായിട്ടോ പ്രക്രിയയായിട്ടോ മാറുമ്പോൾ അത് ഇന്ത്യയുടെ മതമാണ് എന്ന് പറയുന്നതിൽ ആർക്കും വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും പങ്കെടുക്കുന്നുണ്ട്. അല്ല, അതും കൂടി അങ്ങോട്ട് പ്രഖ്യാപിച്ചാൽ വളരെ നന്നായിരിക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും. അല്ല, യോഗി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, എല്ലാവർക്കും പങ്കെടുക്കാം എന്ന് പറഞ്ഞ് അതിനെ എല്ലാവരും പങ്കെടുപ്പിക്കുന്ന എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഒരു പ്രക്രിയയും കൂടി ആയാൽ കുറേയും കൂടി രസകരമായിട്ടുള്ള ഇന്ത്യയുടെ തന്നെ ഒരു വലിയ ഒരു ആഘോഷമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സ്നാന ഉത്സവമായിട്ടോ ഒക്കെ അതിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ളൊരു ക്ലാരിഫിക്കേഷൻ അതിനകത്ത് വന്നാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, യോഗി ഇപ്പോൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ജാതി മത മറ്റ് ഒരു ബാരിയേഴ്സും ഇല്ലാതെ വേലിക്കെട്ടുകളും ഇല്ലാതെയാണ് നിലവിൽ കുംഭമേളയിലേക്ക് എല്ലാവരും എത്തിച്ചേരുന്നത്. അത്തരം വാർത്തകളൊക്കെ നമുക്ക് ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട്. അപ്പം ഓൾറെഡി അത് മറ്റ് വേലിക്കെട്ടുകളൊന്നും ഇല്ലാതെ ആളുകളെ സ്വീകരിക്കുന്നുണ്ട്. അല്ല, വേലിക്കെട്ടുകളൊന്നുമില്ലാതെ സ്വീകരിക്കപ്പെടുന്നിടത്തോളം അതിന് സ്വീകാര്യത വളരെ കൂടുതലായിരിക്കും. ഇതൊരു വികാരമായി മാറുകയാണല്ലോ. ആൾക്കൂട്ടങ്ങൾ പങ്കെടുക്കുന്ന ഉത്സവങ്ങളുടെ പ്രത്യേകത അതൊരു വികാരമാണ്. അപ്പോൾ ആ വികാരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ജാതിയോ മതമോ വർണ്ണമോ മറ്റ് വിവേചനങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. എല്ലാവരുടെയും ഉത്സവങ്ങൾ അങ്ങനെയാണ് ശരിക്കും. ആ ഒരു കൺസെപ്റ്റിലേക്ക് മാറിയാൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ആ കൺസെപ്റ്റിലേക്ക് അത് മാറ്റിയെടുക്കുക എന്നുള്ളത് ഈ ആധുനിക കാലത്തെ നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട ജോലിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ സനാതന ധർമ്മത്തിന് ദേശീയ മതമാണ് അങ്ങനെ പ്രഖ്യാപിക്കണം എന്ന് പറയുന്നു. ഒപ്പം പറയുന്നു ഇത് മനുഷ്യത്വത്തിൻ്റെ മതമാണ്. അല്ല, സനാതന ധർമ്മം എന്താണ് അല്ലെങ്കിൽ സനാതന മതം എന്ന് പറയുന്നത് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യേണ്ടതൊരാവശ്യമുണ്ട്. അതിനൊരു ക്ലാരിഫിക്കേഷൻ വേണം. ഈ നിർവചനം എന്ന് പറയുന്നതാണ് അതിനെ സ്വീകാര്യവും അസ്വീകാര്യമൊക്കെ മാറ്റി. അപ്പോൾ പഴയ കാലത്ത് നിലനിന്നിരുന്ന സനാതന ധർമ്മത്തിൻ്റെ അതിൻ്റെ ഒരു വാല് എന്ന് പറയുന്നത് വർണ്ണാശ്രമ വ്യവസ്ഥയാണ്. വർണ്ണാശ്രമ വ്യവസ്ഥ എന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ ചാതുർവർണ്ണയാണ്. ചാതുർവർണ്ണ്യം ബ്രാഹ്മണനെ പുരോഹിതനാക്കുകയും ക്ഷത്രിയനെ യോദ്ധാവാക്കുകയും വൈശ്യനെ കച്ചവടക്കാരനാക്കുകയും ശൂദ്രനെ അടിമയാക്കും മാറ്റുന്നു എന്നുള്ളതാണ്. അത് സുഖകരമായൊരു കാര്യമല്ല, ഇന്ന് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റുന്ന സംവിധാനമല്ല. അപ്പോൾ ഈ വർണ്ണാശ്രമ വ്യവസ്ഥയും അതേപോലെ തന്നെ സനാതനധർമ്മവും തമ്മിലുള്ള ആ ബന്ധം അത് മുറിച്ചു മാറ്റി സനാതനധർമ്മം എന്ന് പറയുന്ന കരുണയുടെയും സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും ആത്മാർത്ഥതയുടെയൊക്കെ ഒരു മതമാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുകയും അതാണ് സനാതനധർമ്മം, അതാണ് ഹിന്ദുത്വത്തിൻ്റെ അടിത്തറ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്താൽ അതിൻ്റെ സ്വീകാര്യത വർദ്ധിക്കും. അതങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ മറ്റേ വാലിങ്ങനെ ആ വാല് മുറിച്ച് മാറ്റണം. ആ വാല് മുറിച്ച് മാറ്റിയാൽ വലിയ അപകടമാണ്. കാരണം അതാണ് പഴയ കാലത്ത്, അതായത് നമ്മളിപ്പോൾ മനുസ്മൃതി പോലെയുള്ളതായിട്ടുള്ള ബൃഹത് ഗ്രന്ഥങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് സനാതനധർമ്മവും അതേപോലെ തന്നെ വർണ്ണാശ്രമ വ്യവസ്ഥയും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമാണ് നിലനിൽക്കുന്നത്. അത് മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ, കാരണം വർണ്ണാശ്രമ വ്യവസ്ഥയെ ആരും അംഗീകരിക്കുന്നില്ല. യോഗി ആദിത്യനാഥിനും അത് അംഗീകരിക്കാനായിട്ട് പറ്റുന്ന കാര്യമല്ല. കാരണം അതുകൊണ്ട് ആധുനിക രാഷ്ട്ര വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് പ്രശ്നം. കാരണം ആധുനിക രാഷ്ട്ര വ്യവസ്ഥയിൽ ഈ ചാതുർവർണ്ണ വ്യവസ്ഥ നിലനിർത്തിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വിഭജനമാണ്. ഹിന്ദുക്കളിലെ 4 സെക്ഷനായിട്ട് വിഭജിക്കുന്നതായിട്ടുള്ളൊരു സെക്ടേറിയൻ ഏർപ്പാടാണ്. അതിനെ അംഗീകരിക്കാനായിട്ട് ഇന്ന് BJPക്ക് അതേപോലെ തന്നെ അത് മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയത്തിന് കഴിയില്ല. കാരണം അത് മുന്നോട്ട് വെച്ചുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ അധികാരം കൈയാളാനായിട്ട് കഴിയില്ല. അപ്പോൾ അവരെല്ലാം ഒരുമിച്ച് ചേർക്കുക എന്ന് പറയുന്നത് ചെയ്താൽ മാത്രമാണ് അവർക്ക് രാഷ്ട്രീയ അധികാരത്തിൽ നിൽക്കാനായിട്ട് കഴിയുക. അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ കൂടി ഒരു സ്ട്രാറ്റജിക് പ്രോബ്ലം അതിൻ്റെ അകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ഭരണഘടനയും അതേപോലെ തന്നെ വർണ്ണഘടനയും. അത് രണ്ടാണ് ശരിക്കും പറഞ്ഞത്. ഭരണഘടന എന്ന് പറയുന്നത് നമുക്കറിയാം, ഭരണഘടന നമുക്ക് വിഭാവന ചെയ്തിരിക്കുന്നത് എന്താണ്? എല്ലാവരും തുല്യരാണ്. റൂൾ ഓഫ് ലോ നടപ്പിലാകുമ്പോൾ നിയമത്തിന് മുന്നിൽ എല്ലാ മനുഷ്യരും തുല്യരാണ്.
അതിൽ ജാതി മതം ഒന്നും പ്രശ്നമല്ല. ജാതിയോ മതമോ അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വമോ അധികാരമോ രാജാവോ പ്രജയോ ഒന്നും ഇവിടെ പ്രശ്നമല്ല. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയും. അതാണ് ഭരണഘടന എന്ന് പറയും. പക്ഷെ വർണ്ണഘടന അങ്ങനെയല്ല. വർണ്ണഘടനയിൽ ഏറ്റവും മികച്ച ആൾ ബ്രാഹ്മണർ അതുപോലെ ക്ഷത്രിയർ അവർക്കൊക്കെ പ്രത്യേക അവകാശങ്ങളുണ്ട്. അവർക്ക് ഈ പ്രത്യേക അവകാശങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് അതിന് താഴോട്ട് വൈശ്യരുടെ താഴെ ശൂദ്രർക്കും യാതൊരു വിധമായിട്ടുള്ള അവകാശങ്ങൾ. വൈശ്യർ പിന്നെയും ഒരു പരിധിവരെയൊക്കെ നിന്ന് പോകും. ശൂദ്രരിൽ എത്തിക്കഴിഞ്ഞാൽ അവന് ഒരവകാശമില്ല എന്നാണ്. കാരണം മറ്റവൻ്റെ അടിമയായി ജീവിക്കുക എന്നാണ്. അതാണ് വർണ്ണഘടന. അപ്പോൾ വർണ്ണഘടന ചിലർക്ക് മാത്രം അധികാരം നൽകുകയും ചിലർക്ക് അധികാരം ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ വർണ്ണഘടനയെ അംഗീകരിക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല. ഇന്ന് നടക്കുന്ന ഒരു സംഘടന അല്ലെങ്കിൽ സംഘർഷം എന്ന് പറയുന്നത് ഈ ഭരണഘടനയും വർണ്ണഘടനയും തമ്മിൽ. തീർച്ചയായിട്ടും ഭരണഘടനയ്ക്ക് അതീതമായിട്ട് തന്നെയാണല്ലോ BJP എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിൽ വരികയും ഒക്കെ ചെയ്തത്. അവർ അതിനെ യാതൊരു കാരണവശാലും പിന്തുണയ്ക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം രാജ്യത്തിൻ്റെ ഇന്നത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒരു OBC വിഭാഗത്തിലുള്ള ഒരാളാണ്. രാഷ്ട്രപതി എന്ന് പറയുന്നത് മറ്റൊരു ട്രൈബൽ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളാണ്. അപ്പോൾ ഇത്തരം രീതിയിൽ മാതൃക കാണിച്ചിട്ടുണ്ട് ഓൾറെഡി BJP. അപ്പം വ്യവസ്ഥയെ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു സൂചന അതവർ പ്രഖ്യാപിക്കുന്നില്ല. അവരിങ്ങനെയെല്ലാം ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇൻക്ലൂസീവ്നെസ് ആണ് എന്ന് പറയുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ വർണ്ണ വ്യവസ്ഥ എന്ന് പറയുന്നത് വർണ്ണഘടനയാണ്. വർണ്ണഘടനയിൽ കുറേ ആളുകൾക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകുകയും കുറേ ആളുകൾക്ക് ഒരവകാശവും ഇല്ലാത്ത അവകാശ നിഷേധം, അവകാശ നിരാസം അനുഭവിക്കുന്ന വിഭാഗമായിട്ട് കണക്കാക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് തള്ളുക മതി. അത് തള്ളേണ്ടത് ആവശ്യമാണ്. ഞാൻ പറയണത് അതിന് പല ആവശ്യങ്ങളുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് അത് തള്ളാതെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ പരമ്പരാഗത സംസ്കാരം, ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ അതിനെ മുഴുവനും ഉൾക്കൊള്ളാൻ പറ്റില്ല. ആർഷഭാരത സംസ്കാരത്തിൽ തള്ളിക്കളയേണ്ടതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊന്നാണ് ഇപ്പോൾ സതി പോലെയുള്ള സംഭവങ്ങൾ ആർഷഭാരത സംസ്കാരത്തിൻ്റെ പാർട്ടാണ്. അതൊക്കെ തള്ളുകയാണ് ചെയ്യുന്നത്. അത് പറ്റില്ല എന്ന് ലോകം തീരുമാനിച്ചു. ഇല്ല, ആർഷഭാരത സംസ്കാരത്തിൽ തന്നെയല്ലോ ചാർവകനും അതേപോലെ തന്നെ മെറ്റീരിയലിസത്തിനെ മാത്രം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത്. അതെ, അതായത് ഒരു സംസ്കാരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് അതിനെ സമ്പുഷ്ടമാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഫിലോസഫി പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇന്ത്യൻ ഫിലോസഫിയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പുലർത്തിയിരുന്നു. ചാർവാകന്മാരെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് ലോകായതം എന്ന് പറയുന്നത് അതൊക്കെ അതായത് ഭൗതികവാദപരവും ആത്മീയവാദപരവുമായിട്ടുള്ള വിഭജനം അന്ന് നിലനിന്നിരുന്നു. ഈ ആത്മീയവാദവും ഭൗതികവാദവും പരസ്പരം ഇഴുകിച്ചേരുകയും ഒന്നിച്ചു ചേരുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതൊരു ഫിലോസഫി എന്ന നിലയ്ക്ക് തന്നെ വളരെ ഇൻക്ലൂസീവ് ക്യാരക്ടറുള്ള ഫിലോസഫിയായി മാറും. നമുക്ക് പലപ്പോഴും ഇന്ത്യൻ ഫിലോസഫിക്ക് വെസ്റ്റേൺ ഫിലോസഫിയേക്കാൾ മേൽക്കൈയുണ്ട് എന്ന് തോന്നുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഇതിൻ്റെ രണ്ടിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലാണ് അതിൻ്റെ ഫിലോസഫിക്കൽ ഡയമെൻഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും ഇന്നത്തെ കാലത്ത് ആരും അംഗീകരിക്കുന്നില്ല. ആരും അതൊന്നും പരിശോധിക്കാൻ തയ്യാറില്ല. അതാണ് പ്രശ്നം. അതിന് പകരമായിട്ട് തങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ പാരമ്പര്യത്തിൽ നിന്ന് തോണ്ടിയെടുക്കുക, അനുകൂലിക്കുന്നവർ, എതിർക്കുന്നവരും അതുപോലെ പാരമ്പര്യത്തിൽ നിന്ന് തോണ്ടിയെടുക്കാൻ എതിർക്കാനായിട്ടുള്ള ഉപകരണം അതല്ല വേണ്ടത്. ശരിക്കും പറഞ്ഞു നമ്മൾ പൂർവികരായിട്ട് നൽകിയിരിക്കുന്ന വൈജ്ഞാനികമായിട്ടുള്ള സാധ്യതകൾ കണ്ടെത്തി അതിൽ മികച്ചത് തിരഞ്ഞെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സ് പോലെയുള്ള വലിയ സംഭവങ്ങൾ ലോകത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ ചിന്തകളുമായിട്ട് സംയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്ന് ചിന്തിക്കുകയും അത് പ്രാവർത്തികമാക്കാനൊക്കെ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ശാസ്ത്രത്തിൻ്റെ ഒരു സയൻറ്റിഫിക് ടെമ്പറുണ്ട്. അതിനെ സമ്പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ലോകത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ ഭൗതിക ജീവിതം മുഴുവൻ കെട്ടിപ്പടുക്കപ്പെടുന്നത് ഈ സയൻറ്റിഫിക് ടെമ്പറിലാണ്. അതിനെ മയപ്പെടുത്തുകയും അതിനെ വളരെ സോഫ്റ്റാക്കി മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതിൻ്റെ മനുഷ്യത്വപരമായിട്ടുള്ള മുഖമൊക്കെ നൽകുന്നതിൽ നമ്മുടെ ഈ ആത്മീയമായിട്ടുള്ള ഭാവങ്ങൾക്ക് വലിയ സംഭാവന ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതിനെ മിങ്കിൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടായിട്ട് ഇതിനെ അവതരിപ്പിക്കും. ഇവിടെ ഇപ്പോൾ സനാതന ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ തമിഴ്നാടൊക്കെ അതിശക്തമായിട്ട് എതിർക്കുന്ന അവരൊരു ദ്രവീഡിയൻ കൾച്ചർ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ അവർക്ക് പോലും പരിക്കില്ലാത്ത രീതിയിൽ അതിനെ രൂപപ്പെടുത്തി പാകപ്പെടുത്തി എടുത്താൽ മാത്രമാണ് അത് ഇന്ത്യയുടെ മതമാക്കി
മാറ്റാനായിട്ട് പറ്റുള്ളൂ. അതാണ് പ്രശ്നം. അത് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഇംഗ്ലീഷ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിന് ആവശ്യമാണ്. അത് പ്രധാനപ്പെട്ട കാര്യം. ഈ കുംഭമേള ഇതിപ്പോൾ RSSന്റെ 100-ാം വർഷമാണ് ഈ 2025 അവസാനത്തായിട്ട് ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു 100-ാം വർഷത്തിൽ ഈ കുംഭമേള നൽകുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, അതിലൂടെ ലോകത്തിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ ഒരു കാരണവശാലും ഹിന്ദു രാഷ്ട്രമാകില്ല എന്നുള്ള കാര്യമല്ലേ. കാരണം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രമായിട്ട് മാത്രമേ ഇന്ത്യക്ക് നിലനിൽക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഈ മഹാകുംഭമേള വിളിച്ചു, അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രത്തിൽ എല്ലാവരും ഉണ്ട്. അതായത് ഹിന്ദു രാഷ്ട്രം എന്ന് പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഈ ഹിന്ദുത്വത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാവരും ഒരേപോലെയുള്ള കക്ഷികളല്ല. ചിലരൊക്കെ വളരെ നല്ല രീതിയിൽ ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനം നേടിയ വ്യക്തികളൊക്കെ ഉണ്ട്. അവരോട് നമുക്ക് സംവാദ സാധ്യതയുണ്ട്. പക്ഷേ അതിനകത്ത് നിൽക്കുന്നതായിട്ടുള്ള വർഗീയവാദികളായ ആളുകളുമുണ്ട്. അവരുമായിട്ട് സംവാദ സാധ്യതയില്ല. അപ്പോൾ നമ്മളീ പറയുന്ന ഈ മഹത്തായിട്ടുള്ള രീതിയിലുള്ള ഇൻക്ലൂസീവ് ക്യാരക്ടർ, അതുകൊണ്ട് മാത്രമേ ഈ രാഷ്ട്രത്തിന് മാത്രമല്ല, ലോകത്തെ ഏത് രാഷ്ട്രത്തിനും നിലനിൽക്കാനായിട്ട് കഴിയണമെങ്കിൽ ഇൻക്ലൂസീവ് ക്യാരക്ടർ ഉണ്ടാവണം. എല്ലാവരും ഉൾക്കൊള്ളുന്ന തരത്തിൽ പോകണം. അത് തന്നെയാണല്ലോ പഴയ കാലം മുതൽ നമ്മൾ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാചകം എന്ന് പറയുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സാധനം. അപ്പോൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ആണ് പ്രധാനപ്പെട്ടത്. അത് നിലനിർത്തി മാത്രമേ ലോകത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ പ്രകൃതിയെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. പ്രകൃതി അങ്ങനെയാണ്. വിഭിന്നതകളുടെ ഒരു കേദാരമാണ് ഈ ഭൂമിയും അതിൻ്റെ പ്രകൃതിയും എന്ന് പറയുന്നത്. തീർച്ചയായും അതിനെയൊക്കെ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു ചൈതന്യവും ഒരു ശക്തിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ശരിക്കും അതിൻ്റെ യൂണിഫൈങ് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്തായാലും ഈ മഹാകുംഭമേളയും നമുക്ക് വിഭിന്നതയുടെ ഒരു കൂടാരമായിട്ടാണ് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ആവണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.